നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം എപ്പോഴും രണ്ട് ഓപ്ഷനുകൾ നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട്: പൊരുതുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക. പൊരുതണമെന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി പൊരുത്തപ്പെട്ടവരാണ് നമ്മളിലേറെയും. പരിശ്രമിക്കുമ്പോൾ പരാജയപ്പെടാം, എന്നാൽ പരിശ്രമത്തോട് പരാജയപ്പെടരുത്. നേരിടാനാവില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതും മറക്കില്ല എന്ന് വിചാരിച്ചതിനെ മറക്കാൻ പഠിപ്പിച്ചതും ഒറ്റ പേരാണ് സാഹചര്യം. ജീവിതം അങ്ങനെയാണ്. ചിലപ്പോൾ ഉയർച്ചയുടെ വിസ്മയങ്ങൾ, ചിലപ്പോൾ തോൽവിയുടെ കണ്ണുനീരുകൾ. എന്താണെങ്കിലും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി പ്രതിസന്ധികളിൽ തളരാത്ത പെൺകരുത്തായ മഞ്ജു പിള്ളയുടെയും മകൾ ദയാ സുജിത്തിന്റെയും ജീവിതയാത്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. തട്ടിയും മുട്ടിയും എന്ന ഹാസ്യ പരമ്പരയിലെ മോഹനവല്ലിയും ഹോം എന്ന ചിത്രത്തിലെ കുട്ടിയമ്മയുമൊക്കെയായി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രിയാണല്ലോ മഞ്ജു പിള്ള. ഹാസ്യ വേഷങ്ങളായാലും ക്യാരക്ടർ വേഷങ്ങളായാലും എല്ലാം മഞ്ജു പിള്ളയുടെ കൈകളിൽ ഭദ്രമാണ്. കാരണം സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയ അഭിനയ യാത്രയാണ്. സ്കൂളിൽ നാടക മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അവർ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂര്യ കൃഷ്ണമൂർത്തിയുടെ സ്ത്രീപർവം എന്ന നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അഭിനയ കലയുടെ പാരമ്പര്യം. മലയാള സിനിമയിൽ ഒരു കാലത്ത് പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച് കയ്യിലെടുത്ത ഹാസ്യ നടനായിരുന്ന SP പിള്ളയുടെ പേരക്കുട്ടിയാണ് മഞ്ജു പിള്ള. SP പിള്ളയും നാടകത്തിലൂടെയാണ് സിനിമാ രംഗത്തിലേക്ക് കടന്നു വന്നത്. SP പിള്ള ഹാസ്യ വേഷങ്ങൾ മാത്രമല്ല, ഗൗരവമേറിയ വേഷങ്ങളും അനായാസേന കൈകാര്യം ചെയ്യുമായിരുന്നു. ഉദയായുടെ വടക്കൻ പാട്ട് ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അതിൽ ഉടുക്കും കൊട്ടി പാട്ടും പാടി വരുന്ന പാണനെ മറക്കാനാകുമോ? അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പഴയകാല ചിത്രങ്ങളിൽ മിക്കവയിലും അദ്ദേഹം പാട്ടും പാടി അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടാകും. അത്തരത്തിലുള്ള ചില പാട്ടുകൾ ഇന്നും എന്റെ ഓർമ്മയിൽ തങ്ങി നിൽപ്പുണ്ട്. നായര് പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും എന്നുള്ളതും, ഡോക്ടർ എന്ന ചിത്രത്തിലെ കേളടി നീ എന്നെ കെട്ടുന്ന കാലത്ത് 100ന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ടം വെച്ച കോട്ടെന്ന ചിത്രത്തിലെ കണ്ടം വെച്ചൊരു കോട്ടാണ് ഇത് മമ്മദ് കാക്കട കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ് ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. കറുത്ത കൈ എന്ന ചിത്രത്തിൽ അടൂർ ബാസിയോടൊപ്പം SP പിള്ള പാടി വരുന്ന ഒരു പാട്ടുണ്ട്: കള്ളന വഴിയിൽ മുട്ടും കണ്ടാലുടനെ തട്ടും, 5000 കിട്ടും നമ്മൾക്ക് 5000 കിട്ടും എന്ന് തുടങ്ങി വടക്കൻ പാട്ടായ ആരോമൽ ഉണ്ണി എന്ന ചിത്രത്തിലെ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു തുടങ്ങി ഒരുപാട് ഹിറ്റ് പാട്ടുകളുമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാലാതീതമായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. ആ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ SP പിള്ള എന്ന നടനും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സിനിമാ താരവുമായി നേരിട്ട് സംസാരിക്കുന്നത് SP പിള്ളയുമായിട്ടാണ്. ഞാൻ ആദ്യമായി മദ്രാസിൽ എത്തുമ്പോൾ താമസിച്ചിരുന്നത് സ്വാമീസ് ലോഡ്ജിലായിരുന്നു. അവിടുത്തെ അന്തേവാസിയായിരുന്നു SP ആശാൻ. അദ്ദേഹത്തെ അന്ന് എല്ലാവരും ഇങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മുറിയുടെ തൊട്ടടുത്ത റൂമിലായിരുന്നു എന്റെ താമസം. റൂമിന്റെ കതക് തുറന്ന് കസേരയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിനെ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്നോട് ഏറെ നാളുകളായി അടുപ്പമുള്ള ഒരാളെ പോലെയാണ് പെരുമാറിയിരുന്നത്. തന്റെ അപ്പുപ്പന്റെ അഭിനയ പാഠവം കണ്ട് വളർന്നത് കൊണ്ടാകണം മഞ്ജുവിനും അഭിനയത്തോട് താല്പര്യമുണ്ടായത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസരങ്ങളില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു നടിയല്ല മഞ്ജു പിള്ള. അവരന്നും ഇന്നും തിരക്കുള്ള ഒരു നടി തന്നെയാണ്. ഇത്രയും വർഷമായി അഭിനയ രംഗത്ത് തുടരുന്ന മഞ്ജു പിള്ളയെ കുറിച്ച് മോശമായ കഥകളൊന്നും പ്രചരിച്ചിട്ടില്ല, കേട്ടിട്ടുമില്ല. സീരിയലിൽ അഭിനയിച്ചിരുന്ന കാലത്ത് പ്രണയത്തിലൂടെ സീരിയൽ നടനായ മുകുന്ദൻ മേനോനെ വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധത്തിന് അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് സുജിത് വാസുദേവ് എന്ന ഛായാഗ്രാഹകനുമായി പ്രണയത്തിലാകുന്നത്. സുജിത്ത് എന്ന സീരിയൽ ക്യാമറാമാൻ ആയിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം സിനിമയിലെ പ്രശസ്ത ക്യാമറാമാനായി മാറുകയാണ് ഉണ്ടായത്. ദൃശ്യം, ലൂസിഫർ, എമ്പുരാൻ
അനാർക്കലി, പുണ്യാളൻ അഗർബത്തി, മെമ്മറീസ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. മെമ്മറീസ് എന്ന ചിത്രത്തിലൂടെ ഏറ്റവും നല്ല ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. സുജിത്തുമായിട്ടുള്ള പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും അതിൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിയാണ് ദയാ സുജിത്ത്. വളരെ സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത്. വളരെ നാളുകൾക്ക് മുൻപ് സുജിത്ത് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കരുനാഗപ്പള്ളിയിൽ വെച്ച് ഒരു ജ്യോത്സ്യനെ കണ്ട കാര്യം. നിനക്ക് 29 വയസ്സാകുമ്പോൾ നീ വിനോദ വ്യവസായത്തിൽ ഏർപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കും. അവർ ഒരു വിവാഹമോചിതയായിരിക്കും. അന്ന് ആ ജ്യോത്സ്യനോട് ഈ പണി നിർത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ പറഞ്ഞതെല്ലാം തന്നെ ശരിയായിരുന്നു. കോവിഡ് കാലത്ത് സിനിമയില്ലാതെ വന്നപ്പോൾ സിനിമാക്കാരെല്ലാം പല പല ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞു. മഞ്ജു പിള്ളയാകട്ടെ കണ്ടുപിടിച്ച തൊഴിൽ പോത്തു വളർത്തലായിരുന്നു. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും 2 ലോഡ് പോത്തുകളെയാണ് ഇറക്കുമതി ചെയ്തത്. ഒപ്പം സുജിത്ത് ആട് ഫാമും തുടങ്ങി. ഇതിനെയൊക്കെ പരിപാലിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, 23 വർഷക്കാലത്തോളമേ അവരുടെ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി പിരിയുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണങ്ങളൊക്കെ തികച്ചും അവരുടെ വ്യക്തിപരമായ സ്വകാര്യതകളാണ്. അതൊന്നും ചികഞ്ഞു പോകേണ്ട കാര്യം നമുക്കില്ല. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ പിരിഞ്ഞത്. എന്തൊക്കെയായാലും അവർ പിരിയാനുള്ള കാരണം അവരുടെ മകളെ ബോധ്യപ്പെടുത്തിയെന്നും മകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിലെത്തിയതെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. മകൾ ദയ ഇതിനെക്കുറിച്ച് പറയുന്നത്, പരസ്പരം പൊരുത്തപ്പെട്ടു പോകാനാകാതെ ഒന്നിച്ചു ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് വിവാഹബന്ധം വേർപെടുത്തുന്നതാണ് നല്ലതെന്ന് ഞാനും പറഞ്ഞത്. അതുകൊണ്ട് രണ്ടുപേർക്കും സന്തോഷം ലഭിക്കുന്നെങ്കിൽ അതല്ലേ വേണ്ടതും നല്ലതും. ദയ എത്ര പക്വതയോടെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ പുതുതലമുറയിൽ വന്ന മാറ്റങ്ങളായി കാണാവുന്നതാണ്. ദയ ഇറ്റലിയിൽ നിന്നാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയത്. അന്ന് മകളെ പിരിഞ്ഞു നിന്ന മഞ്ജു പിള്ള മകളുടെ ജന്മദിനത്തിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായി, നീ എത്ര ദൂരെയാണെങ്കിലും എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. ജന്മദിനാശംസകൾ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകളെ, നിന്റെ ഈ ദിവസം സന്തോഷം കൊണ്ട് നിറയട്ടെ മോളു. തന്റെ മകളോടുള്ള അതിരുകളില്ലാത്ത വാത്സല്യം ഈ കുറിപ്പിലൂടെ നിറഞ്ഞു തുളുമ്പുന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മഞ്ജു പറയുന്നു, അവൾക്ക് എന്തും എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകിയിട്ടുണ്ട്. ഈ തലമുറയിൽ ഉള്ളവരുടെ ജീവിത രീതികൾ വേറെയാണ്, നമ്മളുടേതുപോലെയല്ല. രാത്രിയെ പേടിയില്ലാത്ത കുട്ടികളാണ്. അവരെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അവരെ നോക്കാൻ അവർക്കറിയാം. എനിക്ക് ലഭിക്കാത്ത എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ മകൾക്ക് നൽകുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ മകൾക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഉപദേശിക്കേണ്ടതായി വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. സത്യം, ധർമ്മം, നീതി, കരുണ, ബഹുമാനം ഇതൊക്കെ മുറുകെ പിടിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും എന്തിനു വേണ്ടിയാണെങ്കിലും ഈ മൂല്യങ്ങളൊന്നും കൈവിടാൻ പാടില്ല എന്ന്. ഇതിൽ കൂടുതലായി ഒരമ്മ മകൾക്ക് എന്തുപദേശമാണ് കൊടുക്കേണ്ടത്? ഇതൊക്കെ കൈമുതലായി ഉണ്ടായത് കൊണ്ടാണ് മഞ്ജു പിള്ളയ്ക്ക് ഈ ഫീൽഡിൽ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാനായത്. ഇനി മകൾ ദയയുടെ കാര്യമെടുത്താൽ, ഒരിക്കൽ ഗോവ ബീച്ചിൽ വെച്ച് താൻ ബിക്കിനി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യട്ടെ എന്ന്. മഞ്ജു അതിന് കൊടുത്ത മറുപടി, പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പലവട്ടം ആലോചിക്കുക, അതിട്ട് കഴിഞ്ഞിട്ടുള്ള വരും വരായികളെ കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്യുക എന്നാണ്. എന്നാൽ ദയ ബിക്കിനി ഇട്ട തന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും കൂട്ടത്തോടെ എത്തി സദാചാര ആങ്ങളമാരും സൈബർ പോരാളികളും. അങ്ങനെ അവർ ആ കുട്ടിയെ പൊങ്കാലയിടുന്നത് നമ്മളെല്ലാം കണ്ടതല്ലേ. എന്നാൽ അവിടെ ദയ തളർന്നില്ല എന്നതാണ് സത്യം. ദയ പറയുന്നത്, ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിധേയപ്പെട്ട് നമ്മുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും ഹനിക്കുന്നത് ഒരുതരം ഭീരുത്വമാണ്, അടിമത്വവുമാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഇടവും വലവും നോക്കി യാത്ര ചെയ്താൽ വിമർശനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നേരെ നോക്കി യാത്ര ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താം. നമ്മുടെ ഇഷ്ടത്തിലും തീരുമാനത്തിലുമാണ് നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്. ദയയുടെ ഈ തീരുമാനവും അഭിപ്രായവും പുതുതലമുറയുടെ മാറ്റവും കാഴ്ചപ്പാടുമായി നമുക്ക് കരുതാം. ഇപ്പോഴത്തെ പെൺകുട്ടികളെ വാക്കുകൾ കൊണ്ട് തളർത്തി ആർക്കും വീട്ടിലിരുത്താൻ
നീട്ടാൻ പറ്റില്ല. ദയാ സുജിത്ത് സിനിമാ രംഗത്തേക്ക് കടന്നു വരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ SP പിള്ള എന്ന ആ വലിയ കലാകാരന്റെ 3ാം തലമുറയിലൂടെ അദ്ദേഹത്തിന്റെ പേരിനൊരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ദയയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയട്ടെ. മഞ്ജു പിള്ളയ്ക്കും ദയയ്ക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ജീവിതം ഒരു വഴിയാണ്. വേദനയും സ്നേഹവും ഒക്കെ ചേർന്ന് നമ്മെ രൂപപ്പെടുത്തുന്ന വഴി. അവിടെ ആഗ്രഹങ്ങളല്ല, തീരുമാനങ്ങളാണ് നമ്മുടെയൊക്കെ വിധി നിർണയിക്കുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.